പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നല്ല ഒരു സായാഹ്നത്തിലേക്ക്, നല്ല ഒരു സുപ്രഭാതത്തിലേക്ക് എല്ലാവരെയും സഹൃദയം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1-2 എം നോട്ട്സ് വീഡിയോയിൽ ലേണിംഗ് ഈസ് ആൻ ആർട്ട് എന്ന വിഷയത്തെപ്പറ്റി ഈ ഗ്യാൻ ഘോഷിന്റെ മഹത്തായ ചില ആശയങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഗ്യാൻ ഘോഷ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും സുപ്രധാനമായ സ്വയംപ്രഭ ചാനലിലെ 16, 17, 18, 19, 20 ചാനലുകളെ പറ്റി സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ഇലക്ട്രോണിക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറൻറ്റ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സസ് എന്നുള്ള ആശയത്തെ പറ്റിയാണ്. പച്ച മലയാളത്തിൽ പറയുകയാണ് എങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറൻറ്റ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സസിൽ ഈ പറയുന്ന BA ജനറൽ വിഭാഗത്തിലെ 13 പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ BA ഓണേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ ഇവിടെ നമുക്ക് കുറേ പ്രോഗ്രാമുകൾ ലഭ്യമാണ്. 11 പ്രോഗ്രാമിൻ്റെ ലഭ്യമാണ്. അതേഴ്സ് എന്നുള്ള നിലക്ക് BSc കുറേ പേപ്പർ, ജനറൽ ആയിട്ടുള്ള BSc പേപ്പേഴ്സ്, BCom ജനറൽ പേപ്പർ, BA വൊക്കേഷണൽ ടൂറിസം മാനേജ്മെന്റിന്റെ പേപ്പർ, ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സിനെ പറ്റി നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെയാണ് ഇന്ന് നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് 2 രീതിയിൽ ടെക്സ്റ്റ് മെറ്റീരിയലിലേക്ക് പോകാം. ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള ഈ മേഖലയിൽ പോകുന്നതിന് വേണമെങ്കിൽ ഇവിടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ SLM എന്നുള്ള വിഭാഗത്തിലേക്കും കടന്നു പോകാം. SLM എന്നുള്ള വിഭാഗത്തിലേക്ക് കടന്നു പോകുന്നവർ നിർബന്ധമായും നിങ്ങൾ ഏത് സ്കൂളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്, സ്കൂൾ ഓഫ് സയൻസസ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ്, കമ്പ്യൂട്ടർ, അഗ്രികൾച്ചർ, ലോ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് ഇതിലൂടെ പോകുന്നത് കൊണ്ടുള്ള ഗുണം കുറച്ചും കൂടി വലുതാണ്. അതല്ലാതെ നമ്മൾ ഡയറക്റ്റായി ഈ വഴിക്ക് പോകുന്നതിൻ്റെ പ്രത്യേകത വേറെ ഒന്നാണ്. ഇനി കോമൺ ആയി എല്ലാവർക്കും ഉള്ള ചില പൊതു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ കേൾക്കുക. 1 മിനിറ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഒരു പേനയും പേപ്പറും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഡയറി, വർക്ക് ഡയറി എടുത്തുകൊണ്ട് വന്ന് ഇനി ഞാൻ പറയുന്ന സംഗതികൾ പോസ് ചെയ്ത് എഴുതിയെടുത്ത് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ അടുത്ത 3 കൊല്ലത്തേക്ക് മറ്റൊരാളുടെ മുമ്പിലും തല കുനിക്കാതെ ഈ ആശയം നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഒരു അവജ്ഞയോടുകൂടിയാണ് നിങ്ങൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. ഇതെല്ലാം എനിക്കറിയാം, ഇത് ഇങ്ങേര് പറഞ്ഞിട്ട് വേണോ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മറ്റ് മേഖലകളിലേക്ക് പോകുന്നു എങ്കിൽ ഉറപ്പാണ് നാളെ ബൂമറാങ് പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ തിരിച്ച് അന്വേഷിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം എന്നുള്ള നിലക്ക് ഇപ്പോൾ തന്നെ ഇത് പോസ് ചെയ്ത് പേപ്പറും അല്ലെങ്കിൽ വർക്ക് ഡയറിയും പേനയും കൊണ്ടുവന്ന് ഇനി ഞാൻ പറയുന്ന സംഗതികൾ സിസ്റ്റമാറ്റിക്കായി എഴുതി മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ മേഖലയിലെ ഇലക്ട്രോണിക് സെൽഫ് ലേണിംഗ് മെറ്റീരിയലിലെ ഇതിൽ ഏതിലേക്ക് പോയി നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും, നിങ്ങളുടെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ SLMലേക്ക് നേരിട്ട് പോയി ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അടിസ്ഥാനപരമായി നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിങ്ങൾ ഏത് പേപ്പേഴ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന്. വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇത് സ്പീഡിൽ പോകുന്ന ഒരു കോമഡി ഷോ ഒന്നുമല്ല. ആഴത്തിൽ ചിന്തിക്കേണ്ട പഠന വിഷയമാണ്. ഒരു ക്ലാസ് റൂമിൽ കൊടുക്കേണ്ട ഗൗരവം തന്നെ ഈ വർത്തമാനത്തിന് നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ BA ഞാൻ ഇന്ന് ഒരു മോഡൽ എന്നുള്ള നിലക്ക് കുറച്ചും കൂടി ആഴത്തിൽ
ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നത് ഈ ഓണേഴ്സ് പ്രോഗ്രാം ആയതുകൊണ്ട്, പ്രത്യേകിച്ച് BA ഇംഗ്ലീഷ് അത് കുറച്ചും കൂടി കൂടുതൽ കുട്ടികൾ എടുക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയവുമായി ആണ് ഇന്ന് കൂടുതൽ ആഴത്തിൽ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. ഇതേ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന മറ്റ് പ്രോഗ്രാമുകളാണ് BA ജനറൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, BSc, BCom G എന്നുള്ളതല്ല. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലക്കാണ് BA ഓണേഴ്സ് ഇംഗ്ലീഷിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മുമ്പിൽ ഈ വീഡിയോ കാണുന്ന 95% കുട്ടികളും സ്വന്തമായി അഡ്മിഷൻ എടുത്തവരായിരിക്കില്ല. 5% കുട്ടികൾ സ്വന്തമായി നേരിട്ട് അവർ തന്നെ വീട്ടിൽ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ വീട്ടിൽ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ പേഴ്സണലായോ സ്വയമേ അഡ്മിഷൻ എടുത്തവർ ആയിരിക്കും. അവർ ഗിഫ്റ്റഡ് ആണ്, അവർക്ക് എല്ലാം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് മുബാറക് മാസ്റ്ററുടെയോ മറ്റൊരു ചങ്ങാതിയുടെയോ ആവശ്യം ഇല്ല. പക്ഷേ 95% കുട്ടികളും കോമൺ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ഹെൽപ്പ് ഡെസ്കിലോ ചിലപ്പോൾ മുഹമ്മദ് മുബാറക് മാസ്റ്ററിനെയോ വിളിച്ചിട്ടായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. ഈ 95% കുട്ടികളും പണ്ട് പ്രശസ്തമായ ഒരു വാചകത്തിൽ പറഞ്ഞതുപോലെ, ദൈവമേ ഇവർ ചെയ്തത് എന്താണ് എന്ന് ഇവർ പോലും അറിയുന്നില്ല. ആ വാക്ക് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഈ 95% ആളുകൾക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന സംഗതികൾ അറിയുമോ എന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം. സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഏതെല്ലാം പേപ്പേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ട്. ഇത് പറയാൻ കാരണം ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി ഇത് പറയുകയല്ല. ഇന്ന് എന്നെ ഒരു MA എക്കണോമിക്സ് വ്യക്തി, MA എക്കണോമിക്സിന് 2ാം വർഷത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി എന്നെ സമീപിച്ചു. എന്നെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം 6 പേപ്പറിനുള്ള ലിസ്റ്റാണ് എനിക്ക് അയച്ചു തന്നത്. സർ, ഇന്നത് 6 പേപ്പർ എന്ന്. അങ്ങനെയല്ല, 6 പേപ്പർ ഒരിക്കലും ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു സംശയത്തിൽ ഞാൻ നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഡാറ്റകൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സത്യത്തിൽ അങ്ങേര് തന്നെ അറിയുന്നില്ല അത് 2ാം വർഷത്തെ പേപ്പർ അതിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. MEC 1, MEC 2, MEC 3, MEC 4, MEC 105 അങ്ങനെ 5 പേപ്പറാണ് MA എക്കണോമിക്സിന് 1ാം വർഷം ഉള്ളത്. പക്ഷെ അദ്ദേഹം MEC 106 ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞതിന്റെ അർത്ഥം, പിന്നീട് അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം ഡൗൺലോഡ് ചെയ്ത അസൈൻമെന്റിൽ അത് ഉണ്ടായിരുന്നു. നോക്കൂ, എത്ര വലിയ ദുരന്തമാണ് അദ്ദേഹത്തിന് സംഭവിച്ചു പോയത്. പഠിക്കാത്ത ഒരു വിഷയത്തിന്റെ അസൈൻമെന്റ് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഉറപ്പായും 2ാം വർഷത്തേക്കുള്ള ഈ MEC 106 എന്നുള്ളതിന്റെ ടെക്സ്റ്റ് മെറ്റീരിയൽ അദ്ദേഹത്തിന് നേരത്തെ ഹാർഡ് കോപ്പി ലഭിച്ചിട്ടില്ല. അത് 2ാം വർഷത്തെ പേപ്പറാണ്. യൂണിവേഴ്സിറ്റി ഒരിക്കലും അത് അയക്കില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെയോ 106 MEC 106ന്റെ അസൈൻമെന്റ് എഴുതിയിരിക്കുന്നു. അദ്ദേഹം സ്വയം വിശ്വസിച്ചു പോയി 106 എന്നുള്ള പേപ്പർ എനിക്കുള്ളതാണ് എന്ന്. അസൈൻമെന്റുകളെല്ലാം അദ്ദേഹം എഴുതി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. എത്ര വലിയ ദുരന്തമാണ് അത് സംഭവിച്ചത്. ഇതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കോഴ്സസ്, നിങ്ങളുടെ പേപ്പേഴ്സ് ഏതൊക്കെ എന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ തയ്യാറല്ലേ? ആദ്യം നമുക്ക് നമ്മളുടെ പേപ്പറുകൾ അറിഞ്ഞു വെക്കാം. വളരെ സിമ്പിൾ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഇനി ഒരു പേജ് നിങ്ങളെ കാണിക്കുന്നു. BA ബാച്ചുലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് BAEGH എന്നുള്ളതിന് പ്രത്യേക ഊന്നൽ കിട്ടാൻ വേണ്ടി ഞാൻ അതിനെ ചില മഞ്ഞ നിറത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികൾക്കും നമ്മുടെ ഇഗ്നോയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഇഗ്നോയ്ക്ക്, ആ വാക്കാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഇഗ്നോ, ജൻ യൂണിവേഴ്സിറ്റി, ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി, അവിടെ നൽകുന്ന ഒരു പ്രത്യേകതയും മറ്റ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെ ഏതെങ്കിലും ഒരു കോളേജിൽ അഥവാ ഒരു പഠന കേന്ദ്രം, ഒരു കോളേജ്, ആ കോളേജിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് തീരുമാനിച്ച് ചില പ്രത്യേക പേപ്പറുകൾ അവിടെ കൊടുത്തു വച്ചിട്ടുണ്ടാകും.
ആ പേപ്പറുകൾ മാത്രമാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും അവർക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിൽ ഇന്ന പേപ്പർ, സെക്കൻഡ് ഇയറിൽ ഇന്ന പേപ്പർ, തേർഡ് ഇയറിൽ ഇന്ന പേപ്പർ എന്ന് നേരത്തെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അത് 15 കൊല്ലം 20 കൊല്ലം അടുത്ത ഒരു മാറ്റം, ഒരു കരിക്കുലം ഡെവലപ്മെന്റ് മാറുന്നത് പോലെ, അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അടുത്ത ഒരു സൈക്കിളിൽ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ് മാറുമ്പോൾ അല്ലാതെ അത് മാറുന്നില്ല. പക്ഷെ ഇഗ്നോയെ സംബന്ധിച്ച് ആ ഓരോ കൊല്ലവും ഓരോ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സസ് ആണ് എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിച്ചു നോക്കൂ. എ ലേണർ ക്യാൻ ചൂസ് BA Honors program in any one of the following disciplines: economics, English, Hindi, history, political science, psychology. ഈ വിഷയങ്ങളിൽ ഏതിൽ വേണമെങ്കിലും ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. ഇത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നതുണ്ട്. എഴുതിയെടുത്തോളൂ. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളതുണ്ട്. അത് തെരഞ്ഞെടുക്കേണ്ടത് ഫസ്റ്റ് 2 സെമ്മിലാണ് എന്ന് ഓർക്കുക. 1 SEC ഇൻ ഈച്ച് സെമസ്റ്റർ. അത് പ്രത്യേകം പറയുന്നുണ്ട്. 1 SEC. ആരെങ്കിലും എടുത്തു തന്നത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിലെ നോളജ് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇത്തിരി ഡീപ്പായി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ജനറിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്ററിൽ എടുക്കേണ്ട 6 ക്രെഡിറ്റ് വീതമുള്ള പ്രോഗ്രാംസ് കോഴ്സസ് ആണ് എന്ന് മനസ്സിലാക്കുക. ജനറിക് electives, GEs, are other type of electives that are on offer in the first, second, third and fourth semesters of the program. Each and every or 6 credit each. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ ഒരു സംഗതി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? BA ഇംഗ്ലീഷിന്റെ അകത്തേക്ക് നമ്മൾ പോകുന്നു. BA ഇംഗ്ലീഷിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ സബ് കമ്മ്യൂണിറ്റീസ് വിത്തിൻ ദി, നോക്കൂ, ശ്രദ്ധിക്കൂ, BA ഇംഗ്ലീഷ് ഓണേഴ്സ്, അതിന്റെ അകത്ത് സബ് കമ്മ്യൂണിറ്റീസ് വിത്തിൻ ദിസ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിൽ BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നുള്ളതിന്റെ അകത്ത് ഇവിടെ ജനറിക് എലക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അറിയാതെ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൽ പറയുന്ന ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇത് ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണ്. ഇത് ഇംഗ്ലീഷിലുള്ളതാണ്, ഇത് ജെൻഡർ സ്റ്റഡീസിലുള്ളതാണ്, ഇത് സൈക്കോളജിയിലുള്ളതാണ്, ഇത് സോഷ്യോളജിയിലുള്ളതാണ്, ഇതും സൈക്കോളജിയിലെ ഹിന്ദിയിൽ ഉള്ളതാണ്. അപ്പൊ ഇതിൽ ഞാൻ ഏതാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത്. സെമസ്റ്റർ 4-ൽ ഞാൻ ഏത് പേപ്പറാണ് എടുക്കേണ്ടത് എന്ന്, മാനേജിംഗ് സ്ട്രെസ് സൈക്കോളജിയുടെ പേപ്പറാണ്. മാനേജിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിന് പഠിക്കാനുള്ളത്. അപ്പൊ അറിയാതെ നമ്മൾ ചെന്ന് ചാടിപ്പോകരുത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നതിൽ സെമസ്റ്റർ 5-ന് ചില പ്രത്യേക പേപ്പറുകൾ ഉണ്ട്. അതിൽ ഏത് പേപ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുണ്ട്. ഇതിലെല്ലാം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ഇവിടെ ചില ചൂസ് നടക്കേണ്ടതുണ്ട്, ചില ചോയ്സ് നടക്കേണ്ടതുണ്ട്. ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസ് ആണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്, അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി ആണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്, സോഫ്റ്റ് സ്കിൽ ആണോ എടുത്തിട്ടുള്ളത് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ആ പേജിലേക്ക് തന്നെ പോവുകയാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ 22 ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂർ ഉള്ള പഠന പ്രവർത്തനം. 22 ക്രെഡിറ്റ് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ. ഈ 2 സെമസ്റ്ററും ചേർന്ന് ഒരു കൊല്ലം 44 ക്രെഡിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എല്ലാം തന്നെ ആനുവൽ പ്രോഗ്രാം ആയിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ അഥവാ 2ാം വർഷം, ഇത് രണ്ടും ചേർന്ന് 2ാം വർഷം.
അവിടെ 28 56 ക്രെഡിറ്റിനെ ഒന്നിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മൂന്നാമത്തെ വർഷം 5th സെമസ്റ്ററിൽ 24 ക്രെഡിറ്റും 6th സെമസ്റ്ററിൽ 24 ക്രെഡിറ്റും, അങ്ങനെ മൊത്തം 148 ക്രെഡിറ്റ് ആണ് ഓണേഴ്സ് പ്രോഗ്രാം കൈകാര്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് വിശദമായ വിഷയത്തിലേക്ക് വരാം. കോർ കോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിർബന്ധമായും ഉള്ള 2 പേപ്പറാണ്. അതിൽ ഒരു മാറ്റവുമില്ല. BEGE 101, BEGC 101, BEGC 102. ഇത് രണ്ടും കോർ കോഴ്സ്. കോർ കോഴ്സ് കമ്പൽസറി. എല്ലാ കോർ കോഴ്സസും കമ്പൽസറി കോഴ്സസ് ആണ്. കോർ കോഴ്സസ് എല്ലാം കമ്പൽസറി കോഴ്സസ് ആണ്. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വർഷത്തേക്കുള്ളതാണ്. അത് മൂന്നാമത്തെ വർഷം എത്തുന്നതിനുള്ളിൽ നിങ്ങൾ കുറെ മെച്യൂർ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. ഒന്നാമത്തെ വർഷത്തിലെ ഒന്നാമത്തെ സെമ്മിലും രണ്ടാമത്തെ സെമ്മിലും ഉള്ള 2 പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് അഥവാ എൻവയോൺമെന്റൽ സ്റ്റഡിയും ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നതും 181, 182 എന്ന് മനസ്സിലാക്കുക. ഇവിടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഫസ്റ്റ് സെമ്മിൽ ഇല്ല, സെക്കൻഡ് സെമ്മിൽ ഇല്ല, അഥവാ ഒന്നാം വർഷത്തിൽ ഇല്ല. മറിച്ച് രണ്ടാം വർഷത്തിൽ മാത്രമേ ഉള്ളൂ, മൂന്നാം വർഷത്തിൽ ഇല്ല. നോക്കൂ, ഇവിടെ ആന്ത്രപ്പോളജിയാണ്, ഇവിടെ സൈക്കോളജിയാണ്. ഇത് നിർബന്ധമായും തെരഞ്ഞെടുത്തു വച്ചിരിക്കുന്ന പ്രോഗ്രാമാണ്. ഇതിൽ നമുക്ക് ഒരു മാറ്റവുമില്ല. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ജനറിക് എലക്റ്റീവ് എന്നുള്ള മേഖലയിലാണ് വരുന്നത് എന്ന് ആഴത്തിൽ മനസ്സിലാക്കി വെക്കുക. എഴുതിയെടുത്തോളൂ. ജനറിക് എലക്റ്റീവ് GE ഓരോ സെമസ്റ്ററിൽ ഉണ്ടാവൂ. അതും ആദ്യത്തെ 4 സെമസ്റ്റർ അഥവാ 2 കൊല്ലമാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പറുകൾ തിരഞ്ഞെടുക്കാം. ഏതാണ് നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണോ തിരഞ്ഞെടുത്തത്? ചിലപ്പോൾ പാവം കമ്പ്യൂട്ടർകാരന്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർകാരൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ദർശിച്ചിട്ടുണ്ടാവും താങ്കളുടെ മനസ്സിന് ഏതാണ് ഇഷ്ടപ്പെടുക, താങ്കൾക്ക് എന്തിനാണ് കഴിവുണ്ടാവുക എന്ന്. എനിക്ക് ജ്യോത്സ്യത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളോട് എനിക്ക് മതിപ്പ് കുറവാണ്, വില കുറവാണ്, താല്പര്യം കുറവാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ജനറിക് എലക്റ്റീവ് കോഴ്സസ് നിങ്ങൾ സെലക്ട് ചെയ്തത് എനി വൺ ഇൻ ഫസ്റ്റ് സെമസ്റ്റർ. സോഷ്യോളജിയിൽ 171 എന്നുള്ള പേപ്പർ, സൈക്കോളജിയിൽ 171 എന്നുള്ള പേപ്പർ, ഫിലോസഫിയിൽ 171 എന്നുള്ള പേപ്പർ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ 171 എന്നുള്ള പേപ്പർ. ഇത് അംബേദ്കർ സ്റ്റഡി, ഡോക്ടർ അംബേദ്കർ സ്റ്റഡിയിലെ 171 എന്നുള്ള ഈ ഒരു പേപ്പർ. നോക്കൂ, BA ഇംഗ്ലീഷ് ഓണേഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഞാൻ മോഡലായി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് BA എക്കണോമിക്സിന് ഇതേപോലെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 171 എന്നുള്ളതും 172, ഈ 171-ൽ 1 എന്നുള്ളത് ഫസ്റ്റ് സെമ്മിന്, ഈ അവസാനത്തെ 1 ഫസ്റ്റ് സെമ്മിനെയും അവസാനത്തെ 2 സെക്കൻഡ് സെമ്മിനെയും ഈ 3 തേർഡ് സെമ്മിനെയും ഈ 4 നാലാമത്തെ സെമ്മിനെയും സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് എക്കണോമിക്സിന്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റൂറൽ ഡെവലപ്മെന്റിന്, സോഷ്യോളജിക്ക്, ഹിന്ദിക്ക് ഇതുപോലെ ജനറിക് എലക്റ്റീവ്സ് എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ എടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. BGDG 172 ജെൻഡർ സ്റ്റഡീസിലെ 172 എന്നുള്ള പേപ്പർ, സൈക്കോളജിയിലെ 172 എന്നുള്ള പേപ്പർ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ 172 എന്നുള്ള പേപ്പർ, ഫിലോസഫിയിലെ 172 എന്നുള്ള പേപ്പർ. ഇങ്ങനെയുള്ള പേപ്പറുകളിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ദയവ് ചെയ്ത് കൺഫ്യൂഷൻ തുടക്കത്തിലേ ഉണ്ടാക്കി വെക്കരുത്. ഇനിയെങ്കിലും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുക. അടുത്ത വർഷം നിങ്ങൾ രജിസ്റ്റർ
രജിസ്റ്റർ ചെയ്യുമ്പോൾ, മൂന്നാമത്തെയും നാലാമത്തെയും സെമ്മിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിന് ഒരു പണത്തൂക്കം കൂടുതൽ കൊടുക്കുന്ന തരത്തിൽ, അല്ലാതെ കമ്പ്യൂട്ടറുകാരനെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കോമൺ സർവീസ് സെന്ററുകാരനെ വിശ്വസിക്കാതെ നിങ്ങളിലെ ആത്മവിശ്വാസം വളർത്താൻ വേണ്ടി 173, 174 എന്നുള്ള പേപ്പറുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് വളരെ ആഴത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാവിധ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകളും ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പേപ്പേഴ്സ്. നിങ്ങൾ നിർബന്ധമായും ഏതൊക്കെ പേപ്പറാണ് അഥവാ ഏതെല്ലാം കോഴ്സസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ട്. എന്താണ് ഈ BEGC 101, BEGC 102, BEGC? എല്ലാം BEGC ആണ്, BEGC ആണ്, എല്ലാം BEGC ആണ്. BEGC എന്ന് പറയുന്നത് കോർ കോഴ്സസ് 101, 102, 103, 104, 105 മുതൽ 112 വരെ ഉള്ളത്. അത് എന്താണ് എന്ന് നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ. കോർ കോഴ്സസ് BEGC 101 എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ 6 ക്രെഡിറ്റ്. BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അതുപോലെ തന്നെ 103 ഇന്ത്യൻ റൈറ്റിംഗ് ദ ഇംഗ്ലീഷ്. 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th and 17th centuries. സെമസ്റ്റർ 3 അമേരിക്കൻ ലിറ്ററേച്ചർ, പോപ്പുലർ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 17th and 18th centuries. അതുപോലെ സെമസ്റ്റർ 4 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th century, ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th century. സെമസ്റ്റർ 5 വുമൻസ് റൈറ്റിംഗ്. ഫാന്റാസ്റ്റിക് വൺ course, women's writing, British literature, the early 20th century. അതുപോലെ സെമസ്റ്റർ 6 മോഡേൺ യൂറോപ്യൻ ഡ്രാമ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ്. ഇങ്ങനെ അതുപോലെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസിന് 141, 143 എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസ്, അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി. ഇത് ഈ പേപ്പർ ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതേണ്ടതാണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്, എൻവയോൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എൻവയോൺമെന്റൽ സ്റ്റഡി 4 ക്രെഡിറ്റ് ഫസ്റ്റ് സെമസ്റ്ററും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്ററും. തേർഡ് സെമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ടൂറിസം ആന്ത്രപ്പോളജി പറഞ്ഞല്ലോ. അതുപോലെ ഫോർത്ത് സെമ്മിൽ സെലക്ട് ചെയ്യുന്നത് മാനേജിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന സൈക്കോളജി പേപ്പർ ആണ്. അതുപോലെ തന്നെ ജനറിക് എലക്റ്റീവ്സിലെ ഏതൊക്കെയാണ് എന്നുള്ള വിശദീകരണം ഞാൻ നേരത്തെ പറഞ്ഞ 171കൾ, 172കൾ, 173കൾ ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേപ്പേഴ്സ് ഏതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വരൂ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്താണ് സ്റ്റഡി മെറ്റീരിയൽസിൽ ഡൗൺലോഡ് ചെയ്യാൻ ആദ്യമേ വേണ്ടത്? ഇഗ്നോയുടെ തുറന്ന പുസ്തകമായ മാന്ത്രിക ചെപ്പ് ഈ ഗ്യാൻ ഘോഷ്. ഇഗ്നോയുടെ മാന്ത്രിക ചെപ്പ് ഈ ഗ്യാൻ ഘോഷ് നമുക്കതിനെ വിശദമായി പരിചയപ്പെടാം. നമ്മൾ ഇവിടെ ഈ ഗ്യാൻ ഘോഷിലെ കമ്മ്യൂണിറ്റീസ് മേഖലയിലോ അല്ലെങ്കിൽ ഈ SLM ഡിഫറൻസ് CBCS മേഖലയിലോ BA ഇംഗ്ലീഷ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മുടെ കോഴ്സുകളെല്ലാം മുന്നിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞതെല്ലാം എന്താണ് എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇവിടെ ഒരുപാട് അസൈൻമെന്റുകൾ ഉണ്ട്. ആവശ്യമില്ലാത്ത അസൈൻമെന്റുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇത് എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ അനാവശ്യമായ ചിലതിലേക്ക് പഠിക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, അസൈൻമെന്റ് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ്, ടെക്സ്റ്റ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് പഠിക്കുന്നു, എന്താണ് നിങ്ങളെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, either through you or through any common service center or the help center. ആരെങ്കിലും ഹെൽപ്പ് സ്റ്റഡി സെന്ററിലോ കോമൺ സർവീസ് സെന്ററിലെയോ സഹായത്തിലാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ പേപ്പേഴ്സിനെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരെ മെറ്റീരിയലിലേക്ക് പോകാം. മെറ്റീരിയലില് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു മേഖലയിൽ നമ്മൾ പോവുകയാണ് എങ്കിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ്
ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, രണ്ടാമത്തെ സെമസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ക്ലിക്ക് ചെയ്തു. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ 3 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 3 ബ്ലോക്കുകൾ അഥവാ 3 പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ, ബ്ലോക്ക് 2 ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ്, ബ്ലോക്ക് 3 റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കണ്ടില്ലേ, യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഒരു സിഗ്സാഗ് ഷഫിൾ ചെയ്ത രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന്റെ പിന്നിലേക്ക് പോകേണ്ടതില്ല. ഈ 3ഉം നമുക്ക് ഓർഡറിൽ ലഭിക്കാൻ ഞാൻ എൻ്റെ പല വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബ്ലോക്ക് 1 എന്നുള്ള ലെവലിലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലോക്ക് 1ൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ടാവും. ബ്ലോക്ക് 1ൽ ഉണ്ട്. ബ്ലോക്ക് 1 PDF മോഡലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മാന്ത്രിക ചെപ്പ് നമുക്ക് മനോഹരമായ ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നു. ഇവിടെ വ്യൂ ചെയ്യാം, ഓപ്പൺ ചെയ്യാം, PDF ആയി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത PDF നമ്മൾ തുറക്കുകയാണ്. തുറന്നപ്പോൾ നമ്മുടെ മാന്ത്രിക ചെപ്പിൽ നിന്ന് അതിമഹത്തായ ടെക്സ്റ്റ് മെറ്റീരിയൽ നമുക്ക് സോഫ്റ്റ് കോപ്പിയായി ലഭിച്ചു. ഇതാ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ സോഫ്റ്റ് കോപ്പി വന്നിരിക്കുന്നു. സോഫ്റ്റ് കോപ്പിയിലെ BEGAE 182 58 പേജുള്ള ഒറ്റ ലിങ്കാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യൂണിറ്റ് 1ലെ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, എ ഗ്ലോബൽ വില്ലേജ്, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇത് 3ഉം ചേർന്നിട്ടുള്ള വ്യത്യസ്ത യൂണിറ്റുകളെ ഒന്നിച്ച് നമുക്ക് ബ്ലോക്ക് ആക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് മെറ്റീരിയലിനെ പറ്റി പറയുകയാണ് എങ്കിൽ 1000 കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം ഒരു 3 വീഡിയോസിനുള്ള കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ദൈർഘ്യമേറുന്നത് കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് ഓരോ ബ്ലോക്കിലും ഉള്ള ഓരോ സ്റ്റഡി മെറ്റീരിയലിന്റെയും സ്ട്രക്ചർ, അതിന്റെ പ്രത്യേകതകൾ കൃത്യമായി ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നതായിരിക്കും. സ്നേഹപുരസ്സരം ഞാൻ നിർത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഞാൻ ക്ലോസ് ചെയ്ത് തൊട്ട് അടുത്ത ഏരിയയിലേക്ക്, നമ്മളുടെ നേരത്തെ ഉള്ള ഈ ബ്ലോക്കിൽ നിന്ന് ഒന്നും കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ബ്ലോക്ക് 2 എടുക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ചെയ്തതുപോലെ ജസ്റ്റ് ക്ലിക്ക് ബ്ലോക്ക് 2ൽ ക്ലിക്ക് ചെയ്തു. ബ്ലോക്ക് 2ൽ 4 എണ്ണം ഇവിടെ ഷഫിൾ ചെയ്ത് വന്നു. അതിസൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷണത്തോടു കൂടി ചെയ്യുക. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ബ്ലോക്ക് 2 ഡൗൺലോഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇത്തിരി സമയമെടുത്ത് ബ്ലോക്ക് 2 നമ്മളുടെ അടുത്തേക്ക് വരുന്നു. ആ ബ്ലോക്ക് 2ൽ ബ്ലോക്ക് 1ന്റെയും യൂണിറ്റ് 1ന്റെയും യൂണിറ്റ് 2ന്റെയും യൂണിറ്റ് 3ന്റെയും യൂണിറ്റ് 4ന്റെയും കണ്ടന്റുകൾ നമുക്ക് സവിസ്തരം കൃത്യമായി ലഭിക്കും. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ബ്ലോക്ക് 2, യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 വളരെ ഭംഗിയായി 71 പേജുള്ള ഒരു ബുക്ക് നമ്മുടെ മൊബൈലിൽ കൊണ്ട് മനോഹരമായ യാത്ര ചെയ്യാം. വരമ്പത്ത് നമുക്കിരുന്ന് പഠിക്കാം. അതുപോലെ തന്നെ അരുവികളുടെ കരയിൽ ഇരുന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ ഭാരമേറിയ ഈ ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ ലഘുവായ സോഫ്റ്റ് കോപ്പി കൊണ്ട് ഏത് അറ്റത്തും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഓപ്പൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ക്ലോസ്ഡ് അല്ല. നമ്മൾ ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ കോളേജിൽ പോയി പഠിക്കുകയാണ് എങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ലഭിക്കുകയില്ല. ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഫ്രീ ആയി കിട്ടുന്നതാണെങ്കിൽ 5 or 6 ഒരാഴ്ചക്ക് ലൈബ്രറിയെ കാത്തിരുന്ന് അതിനൊരു ലൈബ്രറി പുസ്തകവും നമ്മൾ കയ്യിൽ കരുതി ആ ലൈബ്രറിന്റെ കാരുണ്യത്തിൽ നമ്മൾ ഒരു പുസ്തകം കൊണ്ടുവന്ന് അത് നമ്മൾ നോക്കി അതുപോലെ തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചു കൊണ്ട് കൊടുക്കണം. എന്തെങ്കിലും കാരണവശാൽ ആ പുസ്തകം നഷ്ടപ്പെടുകയാണെങ്കിൽ 5 ഇരട്ടി ഫൈൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ 1, 5, 10 പുസ്തകത്തിന് ആ കോളേജിൽ ആ കലാലയത്തിലുള്ള 120 അല്ലെങ്കിൽ 200 കുട്ടികൾ തമ്മിലുള്ള ഒരു ബുക്കിംഗ് സിസ്റ്റം ആയിരിക്കും. പക്ഷെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആണ്. ഇവിടെയാണ് ഇതിന്റെ അർത്ഥം. മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്ന് പലരും വിശേഷിപ്പിക്കുന്നു. അല്ല, ഒരിക്കലും മാർക്ക് കുറഞ്ഞവരുടെ അത്താണിയല്ല. ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം ഓപ്പൺ റിസോഴ്സ്, നോട്ട് ക്ലോസ്ഡ്. നിങ്ങൾ ഇന്റർനെറ്റ് ആക്സസ്
ആക്സസ് ഉള്ള ഇന്റർനെറ്റ് ആക്ടിവിറ്റി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ശരി, വീടിലാണെങ്കിലും ശരി, പോർട്ടിക്കോയിലാണെങ്കിലും ശരി, ഒരു തെങ്ങിന്റെ മുകളിലാണെങ്കിലും ശരി, നദിക്കരയിലാണെങ്കിലും ശരി, മലമ്പുഴ ഗാർഡനിലാണെങ്കിലും ശരി, നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഡ്രൈവർ വണ്ടി ഓടിച്ചോട്ടെ, നിങ്ങൾ ഉറങ്ങുന്നതിന് പകരം സ്റ്റഡി മെറ്റീരിയൽ തുറന്നു നോക്കി നിങ്ങൾ ഇന്റർനെറ്റിലൂടെ ഈ ഡൗൺലോഡ് ചെയ്ത് മനോഹരമായ നിങ്ങളുടെ പുസ്തക വായനയിലൂടെ അറിവ് സ്വായത്തമാക്കുകയാണ്, നമ്മൾ പഠിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇഗ്നോയിലെ ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്നല്ല, മറിച്ച് അത് ഓപ്പൺ റിസോഴ്സ്, ലോകത്തെ ഏത് മുക്കിലും മൂലയിലും റീച്ച് ദി അൺറീച്ച്ഡ്. Knowledge or learning in your finger ടിപ്പ്, നിങ്ങളുടെ വിരൽ തുമ്പിലാണ് അറിവ് കിടക്കുന്നത്. അതൊന്ന് ബട്ടണില് ഒന്ന് ഞൊടിക്കുകയേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, എം നോട്ട്സില് ഈ വിരൽ തുമ്പ് കൊണ്ട്, നിങ്ങളുടെ മനോഹരമായ വിരൽ തുമ്പ് കൊണ്ട് എം നോട്ട്സില് സബ്സ്ക്രൈബ് ബട്ടണിലെ നോട്ടിഫിക്കേഷനിലെ ഓൾ എന്നുള്ളത് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യൂ, നേരത്തെ ക്ലിക്ക് ചെയ്യാത്തവർ. അതുപോലെ തന്നെ മനോഹരമായ നിങ്ങളുടെ വിരൽ തുമ്പിലൂടെ ഈ സംഗതിക്ക് ഒരു ലൈക്ക് തരികയും, അല്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും, കുറച്ചും കൂടി നിങ്ങൾക്ക് സമയവും സാവകാശവും ഉണ്ട് എങ്കിൽ മനോഹരമായ ഒരു കമന്റ് നൽകുകയും, നിങ്ങളുടെ മനസ്സ് എത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടോ അതനുസരിച്ച് ഇത് മറ്റ് സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.